ഓൾറെഡി ഒരു സ്റ്റോറി, ഒരു കഥയുണ്ട്. ഒരു മന്ത്രിസഭയിൽ ഇങ്ങനെ ഭയങ്കര തീപ്പൊരി പ്രസംഗം നടക്കുകയാണ്. ആ പ്രസംഗത്തിൻ്റെ വിഷയം അവിടുത്തെ ഫോറസ്റ്റ് മിനിസ്റ്റർ മന്ത്രിസഭയിൽ നമ്മുടെ നാട്ടിൽ ഇന്ന വർഗത്തിലെ കുരങ്ങുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ കുരങ്ങുകളെ നമുക്ക് ആഫ്രിക്കൻ ഇന്ന ദേശത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഈ ഇന്ന കുരങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യണം എന്നുള്ള ഉള്ള ആ വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അപ്പുറത്തൊരു MLA കണ്ണും തുറന്നിരിക്കുക, പക്ഷെ നല്ല ഉറക്കമാണ്. അപ്പോൾ സ്പീക്കർ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കി, MLAക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ചാടി കയറിയ MLA പറഞ്ഞു, എന്തായിരുന്നാലും ശരി എല്ലാവരും ഞങ്ങളുടെ പാർട്ടിനായിരിക്കണം. അത് പറഞ്ഞ പോലെ നിങ്ങൾ സ്തോത്രവല്ലിക പറയുമ്പോഴും അതൊരു റോബോട്ടിക് രീതി പറയാതെ പറയുന്ന കാര്യങ്ങൾ അല്പസമയം ശ്രദ്ധിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്, നമ്മുടെ തീം എന്ന് പറയുന്നത് അബൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിക്കുക. അതിന്റെ ആധാരമായ വാക്യം ഏതാണ്? ഏതാണ് വാക്യം? ആ വാക്യം ഒന്ന് വാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യം. യെസ്. എന്നിൽ വസിപ്പീൻ, എന്നിലൂടെ അല്ലാതെ വിത്തൗട്ട് മീ നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവ് ആരോട് സംസാരിക്കുന്നത്? ആരോട് സംസാരിക്കുന്നത്? നിങ്ങൾ ഈ ഭാഗം വായിച്ചിട്ടുണ്ടോ? ആരോട്? നമ്മളോടാണോ? ഇതാരോട് സംസാരിച്ചത്? ശിഷ്യന്മാരോട് അല്ലേ? കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് അവസാനത്തെ ആഴ്ചയിൽ അവനോടുകൂടെ ഇതുവരെ സഞ്ചരിച്ച, നേരത്തെ ആശിഷ് സൂചിപ്പിച്ച പോലെ തന്നെ പാവപ്പെട്ടവരായിരുന്ന, മുക്കുവന്മാരായിരുന്ന, ആ കാലഘട്ടത്തിലെ സമൂഹത്തിന് വേണ്ടാത്തവരായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ഇവരെല്ലാം ആ കാലഘട്ടത്തിൽ വളരെ ചെറുപ്പക്കാരാണ്, അല്ലെങ്കിൽ 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരായ നിങ്ങളെയും എന്നെ പോലുള്ള 12 പേരോട് കർത്താവ് പറയുകയാണ്. അപ്പൊ കർത്താവ് അവരോട് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്ന ഭാഗങ്ങൾ തന്നെ അതിന്റെ 13-14 വായിക്കുമ്പോഴത്തേക്ക് കർത്താവ് തുടങ്ങിയാണ്, നിങ്ങൾ ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്, അല്ലേ? നിങ്ങളുടെ ഉള്ളം കലങ്ങി പോകരുത്. കാരണം എന്താണ്? കർത്താവ് ഇവരോട് നടക്കാനുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേന്, അല്ലെങ്കിൽ കർത്താവ് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുവാൻ തുടങ്ങിയപ്പോഴത്തേന് ഇവരുടെ ഉള്ളിൽ ഒരു കലക്കം, അല്ലെ, ഭയന്നിരിക്കുകയാണ്. ഈ 12 പേര് കർത്താവിനെ പിടിക്കുന്ന അവസരങ്ങളിൽ ഇവർ 4 വഴിക്ക് ചിതറിപ്പോയ ഒരു കൂട്ടരാണ്. കാരണം ഇവർക്ക് യാതൊരു ബലവുമില്ല, യാതൊരു പവറുമില്ല, അവരെ കൊണ്ട് യാതൊന്നും സാധിക്കത്തുമില്ല. ഇവരുടെ ബലം എന്ന് പറയുന്നത് കർത്താവാണ്. പക്ഷെ കർത്താവ് ഇവരോട് പറയുകയാണ്, എന്ത്? എന്നിൽ വസിക്കുക, ഞാൻ കൂടാതെ, എന്നിൽ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കൂട്ടത്തിൽ പത്രോസ് ഉണ്ട്, അല്ലെ? പത്രോസിന്റെ പോക്കറ്റിൽ വാളൊക്കെ ഉണ്ട്. അതല്ല, എല്ലാ റെഡിയായിട്ട് പത്രോസ് ശിഷ്യന്മാരുടെ നിൽക്കുക. പക്ഷേ കർത്താവിന്റെ അറസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇവര് ഭയന്നു പോയി. പക്ഷെ ഇതേ 12 ശിഷ്യന്മാരാണ് 1-ാം നൂറ്റാണ്ടിൽ ആ ഗ്രീക്കോ റോമൻസ് ആ ലോകത്തെ കീഴ്മേൽ മറിച്ചത്, അല്ലെ? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം ഒക്കെ ആകുമ്പോഴത്തേന് ഈ ശിഷ്യന്മാർ ഓരോ സ്ഥലത്തിലേക്കും വരുമ്പോഴും അവരെ പറ്റി പറയുന്നത് എന്താണ്? ലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നിരിക്കുന്നു. സെനേഹത്തിന്റെ സംഘത്തിന് മുൻപിൽ, അല്ലെ, ചില ദിവസങ്ങൾക്ക് മുൻപാണ് പത്രോസ് ഒരു പെൺകുട്ടിയുടെ മുൻപിൽ ഇവനെ അറിയാമെന്ന് പറയുവാൻ, അല്ലെങ്കിൽ ഇവനെ ഞാൻ അറിയുന്നു എന്ന് പറയുവാൻ മടിച്ചത്, ഭയന്നു പോയ. പക്ഷെ അതേ പത്രോസ് അതേ സ്ഥലത്ത് ചില ആഴ്ചകൾക്ക്
ശേഷം സംഘത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഇന്നും നാം പരസ്യ യോഗങ്ങളിൽ വിളിച്ചു പറഞ്ഞ വാക്കുകൾ അന്ന് ആ സംഘത്തെ നോക്കി വളരെ ധൈര്യശാലിയാണ് പത്രോസ് സംസാരിച്ചത്, അല്ലെ? ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ നാം രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമമില്ല. ഞങ്ങൾ അറിഞ്ഞതും കേട്ടതുമായിരിക്കുന്ന കാര്യങ്ങള് ഞങ്ങൾ എങ്ങനെ പറയാതിരിക്കും, എങ്ങനെ പ്രസ്താവിക്കാതിരിക്കും? നാം വായിക്കുന്നത് അവര് ഇവന്റെ കറേജ് കണ്ടപ്പോൾ, ഇവന്റെ ബോൾഡ്നെസ് കണ്ടപ്പോൾ, ഇവരുടെ ധൈര്യം കണ്ടപ്പോൾ അവര് ആശ്ചര്യപ്പെട്ടു പോയി. ഇവര് യേശുക്രിസ്തുവിനോട് നടന്നവരായിരുന്നെന്നും അതുപോലെ തന്നെ എന്താ ഓർഡിനറി ആയ ആൾക്കാരെന്ന് അവർ മനസ്സിലാക്കി. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ പട്ടണത്തിൽ കാസർഗോഡിൽ വളരെ ചുരുക്കം പേരായിട്ട് ഞങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ് കാസർഗോഡ്. പക്ഷെ നാം ഓരോരുത്തരും ചെറുപ്പക്കാരായവര് നാം എഴുന്നേറ്റ് നിന്നാൽ നമ്മുടെ ബലമല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ വാക്ചാതുര്യമല്ല, എന്നിൽ വസിച്ചാൽ if you abide in me നമ്മളിവിടെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് ഒരു നാളും നമുക്കുണ്ട്. പത്രോസിനോട് കർത്താവ് പറഞ്ഞെന്താണ്? പത്രോസേ, നീ പാറയാകുന്നു, യു ആർ പീറ്റർ. ഈ പാറമേൽ ഞാൻ സഭയെ പണിയും. പത്രോസേ, ഞാൻ നിന്റെ സഭയെ പണിയും എന്നല്ല കർത്താവ് പറഞ്ഞത്. നീ എന്റെ സഭയെ പണിയും എന്നുമല്ല കർത്താവ് പറഞ്ഞത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പണിയുന്നവൻ അവനാണ്, സഭ അവന്റെയാണ്. ആ പണി തുടങ്ങിയിട്ട് 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും സഭ വളരുകയാണ്, വളർന്ന് പന്തിരിക്കുകയാണ്. കാരണം സഭയെ പണിയും എന്ന് പറഞ്ഞവൻ നമ്മുടെ കർത്താവാണ്. അബൈഡ് ഇൻ മീ, എന്നിൽ വസിപ്പീൻ. കർത്താവ് ഇവിടെ ഒരു വൃക്ഷമായി, നമുക്കറിയാം കർത്താവ് പലപ്പോഴും പാരബിളിൽ കർത്താവ് സംസാരിക്കാറുണ്ടായിരുന്നു, ഉപമകളിൽ. കർത്താവ് ഇവിടെ കർത്താവിനെ തന്നെ ഒരു വൃക്ഷമായിട്ട്, അല്ലെ, ആ രീതിയിൽ സങ്കല്പിച്ചുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്നിൽ I am the vine, അല്ലേ? I am the true vine. ഞാൻ സത്യമായ മുന്തിരി വള്ളിയും നിങ്ങൾ അതിന്റെ കൊമ്പുകളുമാകുന്നു. കർത്താവിനെ ഒരു വൃക്ഷമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്താണ് ഒരു വൃക്ഷത്തിന്റെ പ്രത്യേകത? What is the importance of a tree? ഇതുമായിട്ട് നമുക്ക് ഒന്ന് രണ്ട് വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സമയത്തിനുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം, കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് അതിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. Yes. Yes. അവനിൽ വേരൂന്നിയും yes. Yes. അടുത്ത വാക്യം, 8-ാം വാക്യം. തത്വജ്ഞാനവും വെറും വഞ്ചനവും കൊണ്ട് ആരും നിങ്ങളെ yes. 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 അവനിലല്ലോ yes. കറക്റ്റ്. അതിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്കുകൾ വായിച്ച അവസാനത്തെ 3. അതൊക്കെയും സ്വേച്ഛാരാധനയും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ഓക്കെ, താങ്ക് യു. ജ്ഞാനത്തിന്റെ പേര് മാത്രം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവയ്ക്കൊക്കെ there are only appearance of wisdom, അല്ലെ? ജ്ഞാനത്തിന്റെ രൂപം, അല്ലെങ്കിൽ കണ്ടാൽ ജ്ഞാനമെന്ന് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ ജ്ഞാനമല്ല. അത് നിങ്ങൾ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 3-ഉം 4-ഉം ഒക്കെ ആ വാക്കുകൾ ഒന്ന് വായിക്കാമോ വേഗത്തിൽ? 2-ഉം 3-ഉം 4-ഉം വാക്യങ്ങൾ. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ
യെസ്, വശീകരണ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ആരും ചതിപ്പാനും ഇരിപ്പാൻ ഞാൻ പറയുന്നു. അടുത്ത വാക്യം, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി. അല്ല, അതിന്റെ രണ്ടാം വാക്യത്തിന്റെ അവസാനം വായിക്കും. 2-ന്റെ രണ്ടാമത്തെ വാക്യം. സ്നേഹത്തിലേക്ക് പൊളിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വാക്യം. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കുവാണെങ്കിൽ you can read it like this, that the full assurance of understanding and knowledge of God's mystery, ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തു, അല്ലെ? ഒരു ഭാഗത്ത് ദൈവത്തിന്റെ ജ്ഞാനം അല്ലെങ്കിൽ ഗോഡ്സ് വിസ്ഡം ആയ ക്രിസ്തു എന്ന് പറയുമ്പോൾ, മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ആ വാക്യങ്ങളിൽ നമ്മൾ വായിച്ച വാക്യങ്ങളിൽ നോക്കുവാണെങ്കിൽ നിങ്ങളെ ഈ ലോകത്തിന്റെ സമ്പ്രദായത്തിലും ഈ ലോകത്തിന്റെ ഫിലോസഫിയിലും ഈ ലോകത്തിന്റെ എംപ്റ്റി ഡിസീറ്റിലും നിങ്ങളെ ആരും വഞ്ചിക്കാതെ വണ്ണം, അല്ലെങ്കിൽ ക്രിസ്തു അല്ലാതെ ഒരു ഭാഗത്ത് ക്രിസ്തുവും മറ്റു ഭാഗത്ത് ലോകത്തിന്റെ ജ്ഞാനവും, ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ രൂപമുള്ള, കണ്ടാൽ ജ്ഞാനമെന്ന് തോന്നുന്ന പല ആശയങ്ങളും പല ഐഡിയോളജീസും പല പ്രത്യാശാസ്ത്രങ്ങളും ഒക്കെ ഒരു ഭാഗത്ത്, മറ്റു ഭാഗത്താകട്ടെ നിസ്തുല്യനായ ക്രിസ്തു, ക്രിസ്തുവിൽ നിന്ന് വേർതിരിക്കുന്ന, ക്രിസ്തുവിൽ നിന്ന് മാറ്റുന്ന മറ്റ് ആശയങ്ങളും മറ്റ് ജ്ഞാനമെന്ന് തോന്നിക്കുന്ന ഐഡിയാസും ഐഡിയോളജീസും ഒക്കെയുള്ള ലോകത്തിലാണ്, സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തു എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ആദ്യത്തെ ഭാഗം നമുക്കറിയാം. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അല്ലെ? ആ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അതിന്റെ യഥാർത്ഥ ആ വാക്യം നാം ആക്ച്വൽ ലാംഗ്വേജ് നോക്കുമ്പോഴത്തേക്ക് ആദ്യം ലോഗോസ് ഉണ്ടായിരുന്നു, ആദ്യം ജ്ഞാനം ഉണ്ടായിരുന്നു, ലോജിക് ഉണ്ടായിരുന്നു. ആ ലോജിക്കാരാണ്, ആ ജ്ഞാനമാരാണ് ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തു. അവൻ നമ്മോടുകൂടെ വസിച്ചു. He dwelt with us. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ആരിൽ വേരുങ്ങണം? നിങ്ങൾ ക്രിസ്തുവിൽ വേരുങ്ങണം. കാരണം ഈ ലോകത്തിൽ എംപ്റ്റി ഫിലോസഫി ഉണ്ട്, എംപ്റ്റി ഡിസീറ്റ് ഉണ്ട്, അല്ലെ? ജ്ഞാനം കണ്ടാൽ ഇറ്റ് ഹാസ് ദി അപ്പിയറൻസ് ഓഫ് വിസ്ഡം. അതിന്റെ വേഴ്സ് 23 നാം വായിച്ചു, അല്ലെ? കണ്ടാൽ ജ്ഞാനത്തിന്റെ അപ്പിയറൻസ് ഉണ്ട്, പക്ഷേ ജഡത്തിന്റെ ഇന്റലിജൻസ് ഓഫ് ഫ്ലഷിനെ സ്റ്റോപ്പ് ചെയ്യാൻ അതിന് കഴിയില്ല. ആ വാക്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചു. ആഫ്റ്റർ ഗോയിങ് ഹോം യു ക്യാൻ റീഡ്. അല്ലെ? തൊടരുത്, ചെയ്യരുത്, അല്ലെ? ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റെഗുലേഷൻസ് അല്ല. ഇന്നത് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിക്കരുത്, ഡൂസ് ആൻഡ് ഡോൺസ് അല്ല, മോറൽ ഫിലോസഫി അല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തു എന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്, ആ വ്യക്തിയിലാണ് നാം വേരുന്നത്. മറ്റു മതങ്ങളെല്ലാം എടുത്ത് നോക്കിയാലും ഓരോ സെറ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, ഇന്ന വസ്ത്രം പാടില്ല, what should you should wear, how you should conduct yourself. പക്ഷെ അതൊന്നും അല്ല ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മാധുര്യം, ക്രിസ്തുവിനെ നേരിട്ട് അറിയുകയും അവനെ അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. ഈ ബൈബിളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്നത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഈ പരിപാടി ചെയ്യരുതൊക്കെ പറഞ്ഞ ആരെന്ന് നിങ്ങൾക്കറിയാമോ? ബൈബിളിൽ പുസ്തകം തന്നെ ഉണ്ട് അങ്ങനെ. ആരാ? ശലോമോന, അല്ലേ? ഏറ്റവും കൂടുതൽ എത്തിക്കൽ ഫിലോസഫി പറഞ്ഞത് ഡൂസ് ഡോൺസ്, അവിടെ പോകരുത്, ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ ശലോമോൻ എന്താ സംഭവിച്ചത്? The greatest shipwreck, moral shipwreck in his life നാം വായിക്കുന്നത് ശലോമോനെ പറ്റിയാണ്. പക്ഷേ Christianity is not a set of do's and don'ts. അപ്പോൾ ഒരു ഭാഗത്ത് ജ്ഞാനത്തിന്റെ അപ്പിയറൻസ് ഉണ്ട്, കണ്ടാൽ ജ്ഞാനം നൽകുന്നതായിട്ട് തോന്നും. അങ്ങനത്തെ ആശയങ്ങൾ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദവും അല്ലെങ്കിൽ മറ്റും പല പ്രത്യാശാസ്ത്രങ്ങളൊക്കെ ഇന്ന് വളരുമ്പോൾ അത് നമ്മുടെ യൂത്തിനെ ആകർഷിക്കുന്നതിന്റെ ഒരു ഘടകം എന്താണെന്ന് അറിയാമോ? കണ്ടാൽ വലിയ ജ്ഞാനികളാണെന്ന് തോന്നുന്നു. ഇവർ പറയുന്ന വർത്താനങ്ങളൊക്കെ കേട്ടാൽ ഇവർക്ക് എന്തോ വലിയ സംഭവങ്ങളാണെന്ന് നമുക്ക് തോന്നി. ഇവർ ബിഗ് ബാങ്ങും എവല്യൂഷനും പ്രപഞ്ചവും മൾട്ടിവേഴ്സ് ഒക്കെ പറയുമ്പോഴത്തേന് എന്തോ വലിയ ജ്ഞാനം സംസാരിക്കുകയാണ് എന്ന് തോന്നി നാം, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്നും തന്നെ പലരും ആ ഐഡിയസിലേക്കൊക്കെ തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം റൂട്ട് എവിടെയാണെന്ന് അറിയാമോ? നമുക്കറിയാവുന്ന വാക്യം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ജനസിസ് ചാപ്റ്റർ 3, അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും
കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന സ്ത്രീകളുണ്ട്. ജ്ഞാനം പ്രാപിപ്പാൻ എന്നുണ്ട്. കാമ്യമുള്ളെന്ന് ആ സ്ത്രീ അല്ലെങ്കിൽ ഹൗവ കണ്ടു എന്ന് നമ്മൾ ആദ്യം തന്നെ അപ്പിയറൻസ് ഓഫ് വിസ്ഡം അല്ലെ. ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ഒരിടത്ത് ക്രിസ്തുവിൽ നിന്ന് വേർതിരിച്ച് ഈ ലോകത്തിന്റെ എംപ്റ്റി ഫിലോസഫിയും ഈ ലോകത്തിന്റെ എംപ്റ്റി ഡിസീറ്റും അല്ലെ വലിയ വാക്ചാതുര്യമുള്ള സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ലെറ്റ് നോ വൺ ഡിസീവ് യു ലീഡ് യു അസ്ട്രേ. നിങ്ങളെ വേർതിരിച്ച് ക്രിസ്തുവിൽ നിന്ന് വേർതിരിച്ച് അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി ആവസിക്കുന്നത്. അവനിൽ നിന്ന് വേർതിരിച്ച് ഈ ഐഡിയസിലേക്കും ഈ ഫിലോസഫിയിലൊക്കെ നയിക്കുമ്പോൾ അവർക്കെല്ലാം ഇറ്റ് ഹാസ് ദി അപ്പിയറൻസ് ഓഫ് വിസ്ഡം. കണ്ടാൽ ജ്ഞാനം തോന്നും. പക്ഷേ നാം വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ on one side ജീവന്റെ വൃക്ഷവും മറ്റു ഭാഗത്ത് എന്താണ്? വിസ്ഡത്തിന്റെ അപ്പിയറൻസ് ഉണ്ട്. പക്ഷേ നയിച്ചത് എങ്ങോട്ടാണ്? മരണത്തിലേക്കാണ്. It leads to death. It leads to captivity. പലപ്പോഴും ഈ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നിരീശ്വരങ്ങളൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ടല്ലേ. ഇത് വളരെ റിച്ചായിട്ടുള്ള തിയോളജിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ ക്രിസ്തു തന്നെയാണ് അല്ലെ. കർത്താവ് പറഞ്ഞു, ജയിക്കുന്നവർ ഞാൻ ജീവന്റെ വൃക്ഷം നൽകാൻ കൊടുക്കും. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. I am the bread of life. I am the true life. I am the resurrection and the life. ഇന്നും ലോകത്തിലെ ആശയങ്ങളും ജ്ഞാനം തോന്നിക്കുന്ന നിരീശ്വരവാദമാണെങ്കിലും whatever it is, ഏത് മതങ്ങളാണെങ്കിലും ഏത് ആശയങ്ങളാണെങ്കിലും അവയെല്ലാം നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അതെല്ലാം വരുന്നത് ഈ ജ്ഞാനത്തിന്റെ വൃക്ഷത്തിൽ നിന്നാണ്. അതിന്റെ പിന്നിലെല്ലാം സംസാരിക്കുന്നത് ആ കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന സർപ്പം തന്നെയാണ് അല്ലേ. പക്ഷേ കർത്താവ് അതേ ആ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കർത്താവ് പറയുന്നത്, I am the true vine. എന്നിൽ വസിപ്പീൻ, abide in me and I in you. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോട് കൂടെ വസിക്കാനാണ്. ആ വാസത്തിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോയപ്പോൾ അല്ലെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് അവനിപ്പോൾ ആ ജീവന്റെ വൃക്ഷമായിട്ട് the very fellowship that was lost in the garden of Eden, ഈദൻ പരദീസയിൽ നഷ്ടപ്പെട്ടു പോയ അതേ അതേ അബൈഡ് അല്ലെങ്കിൽ ദൈവത്തോടുകൂടെ വസിക്കുക, ക്രിസ്തുവിൽ വസിക്കുക എന്ന പ്രത്യാശയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും we have been called. From the നാം വായിച്ച ഭാഗത്തു നിന്ന് കൊലോസ്യ ലേഖനം പൗലോസ് ആ ലേഖനം എഴുതുമ്പോൾ ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെയും ആദ്യമായിട്ട് സഭയിൽ ഒരു എതിരാശയം വരുന്ന സ്ഥലമായിരുന്നു കൊലോസയിൽ പല വിശ്വാസങ്ങളും സഭയ്ക്ക് അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ ഇരിക്കുന്ന പൗലൂസിന് വാർത്ത കിട്ടി. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, അവിടെ യേശുക്രിസ്തു പൂർണ്ണമായ ദൈവമല്ല അല്ലെങ്കിൽ യേശുക്രിസ്തു ഒരു അർത്ഥദേവൻ മാത്രമാണെന്നൊക്കെയുള്ള ആശയങ്ങൾ അവിടെ രൂപപ്പെട്ടു വന്നപ്പോഴാണ് പൗലൂസ് കാരാഗ്രഹത്തിൽ ഇരിക്കുന്ന പൗലൂസിന്റെ അവസ്ഥയെ പോലും ഭേദിച്ചിട്ട് പൗലൂസ് വേഗത്തിൽ ഒരു കത്തെഴുതുകയാണ്. അതിൽ പൗലൂസ് ഒന്നിലധികം തവണ ഹീസ് നോട്ടിങ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ ആവസിക്കുന്നു. In him dwells the fullness of God bodily. നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇതേ ചോദ്യങ്ങൾ തന്നെയില്ല സുഹൃത്തുക്കളെ. യേശുക്രിസ്തു പൂർണ്ണമായ ദൈവമാണോ? അവനൊരു നബി മാത്രമാണ്, അവനൊരു നല്ല പ്രവാചകനാണ്. എന്തുകൊണ്ടാണ് ഈ യേശുവിനെ പിൻഗമിക്കുന്നത്? Why do you follow him? ഈ ലോകത്തിലെ ഏത് മതപരമായ ആശയം എടുത്താലും അതിന്റെ എല്ലാം ബേസിസിൽ കിടക്കുന്നത് ഒരു വ്യക്തിപരമായ പ്രൈവറ്റ് ആയിട്ടുള്ള റെവല്യൂഷൻ ആണ്. ഇവിടെ നമ്മൾക്ക് അനേകം മുസ്ലിം സ്നേഹിതരുണ്ട്. അവരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും അവരുടെ നബി മുഹമ്മദിന് ഒരു പ്രൈവറ്റ് ആയിട്ട് അല്ലെ ഒരു വ്യക്തിപരമായിട്ട് ഒരു ഏഞ്ചലിക് എൻകൗണ്ടർ കിട്ടിയതാണ് അല്ലെ. ഒരു ജിബ്രീൽ അല്ലെ ഗബ്രിയേൽ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ഏഞ്ചലിക് എൻകൗണ്ടർ കിട്ടിയതാണ് ഇസ്ലാം മതത്തിന്റെ ആരംഭം. ഹിന്ദു മതം എടുത്താൽ ഈ ജ്ഞാനികൾ ഈ ഗുരൂസ് അവരുടെ മെഡിറ്റേഷൻ അവരുടെ വ്യക്തിപരമായ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ അവർക്ക് വെളിപ്പെട്ടതാണ് വേദാസ്. അതും പ്രൈവറ്റ് ആണ്, വ്യക്തിപരമാണ്. ബുദ്ധയുടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥ എന്നായിരുന്നു. അദ്ദേഹത്തെ സ്വയം ബുദ്ധ എന്ന് വിളിച്ചു. ബുദ്ധ എന്ന് പറഞ്ഞാൽ ദി എൻലൈറ്റൻഡ് വൺ. പ്രൈവറ്റ് ആയിട്ട് കിട്ടിയ ഒരു എൻലൈറ്റൻമെന്റ് പേരിലാണ് ബുദ്ധിസം ആരംഭിക്കുന്നത്.
എല്ലാ മതങ്ങളെടുത്താലും ഏതോ ഒരു വ്യക്തിക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു സ്വപ്നമോ അല്ലെങ്കിൽ ഒരു ദർശനമോ ഒരു പ്രൈവറ്റ് നമുക്ക് വെരിഫൈ നമുക്കൊന്ന് എന്താ അളന്നു നോക്കി അതിനെ വെരിഫൈ ചെയ്യാൻ കഴിയാത്ത പ്രൈവറ്റ് എൻകൗണ്ടേഴ്സ് മൂലമാണ് എല്ലാ മതങ്ങളും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ക്രിസ്ത്യാനിറ്റി നോക്കിക്കേ, ഒരു 33 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ അവൻ പബ്ലിക്ലി പറഞ്ഞു അവൻ ദൈവമാണെന്ന്. അവൻ പബ്ലിക്ലി അവനെ പല കോടതികളായി വിസ്തരിച്ചു. അവിടെ എല്ലാം അവൻ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു അവന്റെ ദൈവത്വം. അവൻ പബ്ലിക്ലി ടെസ്റ്റിഫൈഡ്. പബ്ലിക്കായിട്ട് പട്ടണവാദിക്കൽ ഗോൽഗോഥയുടെ മലയിൽ അവനെ നഗ്നനായി പൂർണ്ണമായി നഗ്നനായി അവനെ ക്രൂശിച്ചു. അവിടെ കൊണ്ട് തീർന്നായിരുന്നെങ്കിൽ that would be the end. പക്ഷേ 3-ാം ദിവസം പബ്ലിക്കായിട്ട് ഒരു കല്ലറ ശൂന്യമായി കിടന്നു. അവൻ മരണത്തെ ജയിച്ച് പബ്ലിക്കായി ജയാളിയായി ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടാണ് അവനെ നാം സേവിക്കുന്നത്. അല്ലെ, നേരത്തെ ആശിഷ പറഞ്ഞു ലോകത്തിൽ ഇന്ന് ഏറ്റവും പോപ്പുലർ റൊണാൾഡോയോ മെസ്സിയോ അല്ലെ, അവരെല്ലാം അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു, ആ കാലഘട്ടത്തിലെ പോപ്പുലറായ വ്യക്തികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ റൊണാൾഡോ ഇന്ന് പോപ്പുലർ ആണെങ്കിൽ നാളെ മറ്റൊരാൾ വരുമ്പോൾ ഈ റൊണാൾഡോ ചരിത്ര പുസ്തകങ്ങളിലേക്ക് മായും. പക്ഷെ 2000 വർഷം കഴിഞ്ഞിട്ടും എത്രയോ മതപണ്ഡിതാക്കന്മാരും ഗുരുക്കന്മാരും സെലിബ്രിറ്റീസ് എല്ലാം ചരിത്രത്തിലെ ഫോട്ടോസും പേരുകളുമായി മാറിയപ്പോൾ ഇവൻ മാത്രം നിൽക്കുന്നു, ഇവൻ മാത്രം നിസ്തുല്യനായി നിൽക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? പാട്ടുകാരൻ പാടി ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ നമ്മുടെ ഉന്നത യേശു മഹേശ്വരൻ. അവൻ ഉയരത്തിൽ വാഴുകയാണ്, അവൻ വാഴുകയാണ്. അവന്റെ രാജ്യത്തിന് യാതൊരു ഓട്ടവും തട്ടിയിട്ടില്ല. അവന്റെ പേര് ഇന്നും വൻകരങ്ങളിൽ ഇന്നും ഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരണത്തെ ജയിച്ചവൻ അവൻ മാത്രമാണ്. എന്താണ് തെളിവ്? വാട്ട് ഈസ് ദി എവിഡൻസ്? ഞാൻ 1-2 എവിഡൻസ് വേഗത്തിൽ പറയാം. അല്ലെ, 1-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്കറിയാമോ, അന്ന് ഒരു കള്ളക്കഥ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞൊരു കള്ളക്കഥ എഴുതണമായിരുന്നെങ്കിൽ ഒരിക്കലും സ്ത്രീകളാണ് യേശുവിനെ ആദ്യം കണ്ടെന്ന് അവർ എഴുതത്തില്ല. കാരണം 1-ാം നൂറ്റാണ്ടിൽ അവരുടെ യഹൂദന്മാരുടെ എഴുത്തുകൾ അനുസരിച്ചും ഗ്രേക്കോ റോമൻ എഴുത്തുകൾ, അന്നത്തെ ലീഗൽ, അന്നത്തെ ലോ, അന്നത്തെ കോടതി നിയമങ്ങൾ അനുസരിച്ചും ഒരു സ്ത്രീയുടെ മൊഴി കോടതിയിൽ അഡ്മിറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അതിനാധാരം ഒരു വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. വേഗത്തിൽ വായിക്കാമോ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. Yes. Yes. ഇനി ആ പേര് കേട്ടോ, കേഫാവിനും കേഫാവിനും യെസ് യെസ് വായിച്ചു. പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. യെസ്. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. 500-ലധികം സഹോദരന്മാർക്ക് ബ്രദേഴ്സ് സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. യെസ്. അവർ മിക്കപേരും ഇതുവരെ ജീവനോടെ ഇരിക്കുന്നു. യെസ്. ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. യെസ്. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ. യെസ്, ഇനഫ്. താങ്ക് യു. നിങ്ങൾ ഈ വായിച്ച പേരുകളുടെ കൂട്ടത്തിൽ സ്ത്രീകളുടെ പേരുണ്ടോ? അവൻ ആദ്യമാർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? ആർക്കാ പ്രത്യക്ഷപ്പെട്ടത്? മറിയയ്ക്ക് അല്ലേ? സ്ത്രീകൾക്കല്ലേ അതല്ലേ സുശീലൻ പറയുന്നത്. പക്ഷെ ഈ ഭാഗത്ത് പൗലോസ് ഈ സംഭവം പൗലോസ് അല്ലേ എഴുതുന്നത് കേട്ടോ. ഇത് പൗലോസ് കോട്ട് ചെയ്യുന്ന ഒരു ഗാനമാണ്. 1-ാം നൂറ്റാണ്ടിൽ പാടിക്കൊണ്ടിരുന്ന സഭകളിൽ പാടുന്ന ഒരു പാട്ടായിരുന്നു. സഭകളിൽ മാത്രമല്ല, ഇവർ പബ്ലിക്കായിട്ട് പരസ്യ യോഗങ്ങളിലൊക്കെ പാടുന്ന പാട്ടായിരുന്നു ഈ തിരുവഴുത്ത് പ്രകാരം യേശു ക്രിസ്തു അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. ഇതൊക്കെ അല്ലെങ്കിൽ ഈ പൗലോസിന്റെ ലേഖനത്തിൽ അങ്ങനത്തെ പല പാട്ടുകളും ഉണ്ട്. അല്ലെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനസ്സിലാക്കി പറയുന്നത് അത് ആ കാലഘട്ടത്തിൽ അവർ പാടുന്ന പാട്ടുകളായിരുന്നു. ചർച്ചിലെ ഹിംസ് ആയിരുന്നു. അങ്ങനത്തെ പാട്ട് അവർ ഈ പാട്ട് ഇവരുടെ പരസ്യ യോഗങ്ങളിലും പബ്ലിക്കിലും ഇവർ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ഇവരിത് പാടും. ഇത് പാടുമ്പോൾ സ്ത്രീകളുടെ പേര് ചേർത്ത് പാടിയാൽ ആ മെസ്സേജിന് വാലിഡിറ്റി ഇല്ല. കാരണം അത് അങ്ങനെ പ്രസ്താവിക്കുകയോ പാടുകയോ ചെയ്താൽ അവരെ ആരും വിശ്വസിക്കത്തില്ല. കാരണം അന്നത്തെ എഴുത്തുകൾ ജോസീഫസും അതുപോലെ 1-ാം നൂറ്റാണ്ടിലെ എഴുത്തുകളിലെല്ലാം തന്നെ അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഒരു കോടതിയിലും സ്ത്രീയുടെ ടെസ്റ്റിമണി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പാടില്ല.
കാരണം അന്നത്തെ സമൂഹം എന്ന് പറയുന്നത് വളരെ പേട്രിയാർക്കലായിട്ടുള്ള ഒരു സമൂഹമാണ്. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഇന്നേക്ക് 2000 വർഷത്തിന് മുമ്പുള്ള ഒരു സമൂഹത്തിൽ ഇവർക്ക് ഒരു കള്ളപ്രചരണം നടത്തണമായിരുന്നെങ്കിൽ ഇവരെന്ത് എഴുതിയേനെ? മത്തായി പത്രോസൊക്കെ, ഞാനും പത്രോസൊക്കെ ഞങ്ങളാണ് നേരിട്ട് ചെയ്ത് കർത്താവിനെ ആദ്യം കണ്ടൊരു ഷെയ്ക്കാനൊക്കെ എടുത്ത് കർത്താവിനെ കൂട്ടിക്കൊണ്ട് അല്ലേ, അങ്ങനെയല്ലേ എഴുതുന്നത്. ഇപ്പം നമ്മളൊരു കൾട്ട് തുടങ്ങുക, ഞാനൊരാൾ ദൈവമായിട്ട് നിങ്ങൾ എന്നോട് കൂടി ഒരു അല്പം ഫോളോവേഴ്സൊക്കെ ആയിട്ട് നമ്മളൊരു കഥയൊക്കെ എഴുതുവാണെങ്കിൽ ആ എഴുതുന്ന ആളും അവരെ പറ്റിയൊക്കെ ഒന്ന് പൊക്കിയല്ലേ പറയുന്നത്. പക്ഷെ ഇവരെന്താ എഴുതിയത്? ഇവർ പറഞ്ഞു ഇവർ ഭയന്നിരിക്കുകയായിരുന്നു. ആരാദ്യം കണ്ടത്? സ്ത്രീകളാണ് ആദ്യം കണ്ടത്. അത് അന്ന് അവർക്ക് പറയാൻ മടിയായിരുന്നു. പക്ഷെ ഇന്ന് ചരിത്രകാരന്മാർ, ഈശ്വരവാദികളായവരും നിരീശ്വരവാദികളായ ചരിത്രകാരന്മാരും ഈ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് എഴുതിയിരിക്കുന്ന സത്യമാണ്. കാരണം ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് അവർക്കത് എഴുതാതിരിക്കാൻ നിർവാഹമില്ല. അവരെല്ലാം എഴുതി അവനെ ആദ്യം കണ്ടത് സ്ത്രീകളാണ്, അവനെ ആദ്യം നേരിട്ട് കണ്ടത് സ്ത്രീകളാണ്. അത് മാത്രമല്ല, രണ്ടാമത്തെ ഒരു എവിഡൻസ് ഞങ്ങൾ എപ്പോഴും കോട്ട് ചെയ്യുന്ന എവിഡൻസ് ആണ്. ഈ 12 ശിഷ്യന്മാരും കർത്താവിന് വേണ്ടി ഇവരെല്ലാം പീഡിപ്പിക്കപ്പെട്ടു. പലരും ദേവിക്കുകയും മാർട്ടിയസ് രക്തസാക്ഷികളായി തീർന്നു. അതിന്റെ ചരിത്രമൊക്കെ നമുക്ക് ബൈബിളിൽ പുറത്ത് ഉള്ള 1-ാം നൂറ്റാണ്ടിലെ സെക്കുലർ എഴുത്തുകൾ നമുക്ക് വായിക്കുവാൻ കഴിയും. ലൂക്കോസിനെ ഒക്കെ കൊന്ന വിധം 2 സൈഡിലും 2 ഭാഗത്തുമായിട്ട് കുതിരകളെ, രഥങ്ങൾ കെട്ടിയിട്ട് അത് 2 ഭാഗത്തും ഓടിക്കുമ്പോൾ അവരുടെ ബോഡി 2ആയി വലിഞ്ഞു കീറും. ആ രീതിയിൽ വരെ മർദ്ദിച്ചിട്ടും ഇവരാരും ഈ സത്യത്തെ തള്ളിപ്പറഞ്ഞില്ല. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ റോഡുകൾക്ക്, അവിടുത്തെ വഴികൾക്ക് വെട്ടം നൽകാൻ ഈ ക്രിസ്ത്യാനികളെ കത്തിച്ച് ലൈറ്റുകളായി തൂക്കി. എന്നിട്ട് പോലും ഈ പ്രസ്ഥാനത്തിന് അവൻ പണിയാമെന്ന് പറഞ്ഞ സഭയ്ക്ക് അതിരിടുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല കേട്ടോ. സാമ്രാജ്യങ്ങൾ മാറിപ്പോയി, ചക്രവർത്തികൾ മാറിപ്പോയി. പക്ഷെ ഇത് തീയിൽ കൊടുത്ത പ്രസ്ഥാനമാണ്, ഇത് വില നൽകിയ പ്രസ്ഥാനമാണ്. ദിസ് ഈസ് വാട്ട് വി പ്രീച്ച്. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ലജ്ജിക്കരുത് കേട്ടോ. നിങ്ങളെ ആക്കിയിരിക്കുന്നിടത്തെല്ലാം നിങ്ങൾക്ക് ഘോഷിക്കുവാൻ കഴിയും. കാസർഗോഡ് പട്ടണത്തിൽ നിങ്ങൾ ചുരുക്കമായിരിക്കാം, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശ സൂചിപ്പിച്ച പോലെ 2000 വർഷത്തെ കണക്കെടുത്താൽ നിങ്ങൾ നിൽക്കുന്നത് ഇറ്റ്സ് എ ബിഗ് ക്രൗഡ് ഓഫ് മൾട്ടിറ്റ്യൂഡ്. 2000 വർഷത്തിന്റെ ലെഗസിയാണ്. ബില്യൺസ് ആൻഡ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഫോളോവേഴ്സ്. പ്രത്യാശാസ്ത്രങ്ങൾ മാറും, ഐഡിയോളജീസ് മാറും, ഫിലോസഫീസ് മാറും. Do not be led astray. Do not be led captive by the philosophies of this world, not according to Christ. നാം ക്രിസ്തുവിനോടാണെങ്കിൽ അവനോടുകൂടെ നമുക്ക് വസിക്കാം. ലജ്ജയില്ല. അതെന്തിന് ലജ്ജിക്കണം? നാം മനുഷ്യരെ മാറ്റിമറിക്കുന്ന ഈ സുവിശേഷത്തെ പറ്റി പറയുവാൻ നാം എന്തിനു ലജ്ജിക്കണം? 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് പറഞ്ഞ് അല്ലേ, ഞാൻ ലജ്ജിച്ചാൽ എനിക്ക് അയ്യോ കഷ്ടം. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ക്രൂശ് എന്ന് പറഞ്ഞാൽ ലജ്ജയായിരുന്നു. നാം വരയ്ക്കുന്ന ചിത്രത്തിലൊക്കെ അല്പം നഗ്നത മറച്ചാണ് നാം കർത്താവിനെ വരയ്ക്കുന്നത്. പക്ഷെ 1-ാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതും അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവരെല്ലാം ക്രൂശിക്കുന്നത് പൂർണ്ണ നഗ്നരായിട്ട് ഒരു മാംസപിണ്ഡം പോലെ ക്രൂശിൽ തറയ്ക്കും. ക്രൂശ് എന്ന് പറഞ്ഞാൽ ലജ്ജയായിരുന്നു. ചോരയുടെ മണം ഉണ്ടായിരുന്നു ഗോൽഗോഥയിൽ. ഓരോ അല്ലെങ്കിൽ മനുഷ്യനെ ക്രൂശിച്ച് കൊന്നിട്ട് അവർക്കൊരു പ്രോപ്പറായിട്ട് അടക്കം പോലും പലർക്കും കൊടുക്കാറില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചീഞ്ഞ് നാടുന്ന ശവശരീരങ്ങൾ കിടക്കുന്ന ഒരു ശപിക്കപ്പെട്ട സ്ഥലമായിരുന്നു ക്രൂശീകരണം. അവിടെ അത് നിങ്ങൾ നോക്കിക്കേ, അതായിരുന്നു അവസാനമെങ്കിൽ ഒരിക്കലും പത്രോസോ ഈ ശിഷ്യന്മാരൊന്നും പുറത്തു വന്ന് ഇവർ പ്രസംഗിക്കത്തില്ലായിരുന്നു. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ചില ആഴ്ചകൾക്ക് ശേഷം പത്രോസ് നിന്ന് പറയുകയാണ്, ഇസ്രായേലിലെ പുരുഷന്മാരെ കേൾക്കാം, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഇവനുണ്ടല്ലോ, ഇവരെ അല്ലെങ്കിൽ ഈ കർത്താവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ അസാധ്യമായിരുന്നു. ഒരു ദിവസം മരണം ശ്രമിച്ചു, 2-ാം ദിവസം അല്പം ശ്രമിച്ചു, 3-ാം ദിവസം വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, ഇറ്റ് വാസ് ഇംപോസിബിൾ. മരണത്തിന് പിടിച്ചു വെക്കുവാൻ അസാധ്യമായിരുന്നു. മരണഭാഷങ്ങളെ അഴിച്ചവൻ ജയാളിയായി ഉയർത്തെഴുന്നേറ്റ് വന്നത്. That is the Christ we serve. അല്ലേ? ആ ക്രിസ്തുവിനെയാണ് നാം സേവിക്കുന്നത്. തെളിവുകൾ ധാരാളം നൽകുവാൻ കഴിയും.
അനേക തെളിവുകൾ വി ക്യാൻ പുട്ട് ഫോർവേഡ്. ആൻഡ് അതുകൊണ്ട് തന്നെ ലജ്ജയില്ലാതെ നമുക്ക് പറയുവാൻ കഴിയും ഈ പുസ്തകം അല്ലെങ്കിൽ ദിസ് വേർഡ് ഓഫ് ഗോഡ് ഈസ് ട്രൂ. അത് പറയുവാൻ നമുക്ക് അഭിമാനം ഉണ്ടായിരിക്കണം. വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്. അത് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എവിഡൻസിന്റെ ബലമോ നമ്മുടെ വാക്ചാതുര്യോ ഒന്നുമല്ല. നാം സംസാരിക്കുമ്പോൾ നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവാണ് കൺവിക്ട് ചെയ്യുന്നത്. ഈ കോളനിയിൽ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.